ഹലോ എവരിവൺ, ഡിജിറ്റൽ മല്ലുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ പെർമനൻ്റായി വർക്ക് ഫ്രം ഹോം ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുള്ളതാണ്. ഇതിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ്, ഈ കമ്പനി രജിസ്ട്രേഷൻ പ്രോസസ്സ് വെറും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഒരു പൈസ പോലും നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്കൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. 2-3 ദിവസം നിങ്ങൾക്കതിന് സമയം ലഭിക്കും. അതിനുള്ളിൽ നിങ്ങൾ ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. രജിസ്ട്രേഷൻ പ്രോസസ്സ് ക്ലിയർ ചെയ്ത ശേഷം നിങ്ങളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ വരുന്നത് മിനിമം +2 പാസ്സാണ്. നിങ്ങൾ ഫ്രഷർ ആയാലും എക്സ്പീരിയൻസ് ഉള്ള ആളായാലും നിങ്ങൾക്കിവിടെ ജോലി ചെയ്യാം. അടുത്ത ബെനിഫിറ്റ് എന്ന് പറഞ്ഞത്, നിങ്ങൾ വർക്ക് ഫ്രം ഹോമൊക്കെ ജോലി നോക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വീട്ടിലൊരു വൈഫൈയോ ലാപ്ടോപ്പോ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആളായിരിക്കും നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. നിങ്ങൾ ഈ അസസ്മെൻറ്റ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി തന്നെ വൈഫൈയും ലാപ്ടോപ്പും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഏകദേശം ഒരു വർക്ക് ഫ്രം ഹോം സെറ്റപ്പ് തന്നെ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് സാധാരണ ഒരു കമ്പനിയിൽ നിന്നല്ല, ആമസോൺ എന്ന വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്നാണ് വർക്ക് ഫ്രം ഹോം ജോബിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത്. ആമസോണിൻ്റെ കീഴിലാണ് ഇവിടെ ജോബ് പ്രൊഫൈൽ വന്നിരിക്കുന്നത്. യാതൊരുവിധ പ്രത്യേക സ്കില്ലോ ഒന്നും ഇവിടെ ആവശ്യമില്ല. നമുക്ക് മിനിമം നമ്മളെ +2 ക്ലാസ് ക്രൈറ്റീരിയ വെച്ച് ഫ്രഷറായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ആമസോണിൽ നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ വരുന്നത് കസ്റ്റമർ കെയർ സപ്പോർട്ടീവ് എന്നൊരു ജോബ് പ്രൊഫൈലാണ്. അങ്ങനത്തെ ജോലിയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ജോലി തന്നെയാണ്. ബേസിക്കായിട്ട് ഈ ജോലി എന്തെന്ന് ഞാൻ വിശദമാക്കി തരാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധനം ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്യണം. അത് ഏകദേശം 2-3 ദിവസത്തിനുള്ളിൽ ഡെലിവറി ആകും. ആമസോൺ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഇതുവഴി ഒരുപാട് പേർ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അത് ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി ആകാറുമുണ്ട്. ഇതിപ്പോൾ ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും മിന്ത്ര ആയാലും ഇവർ ഒരു സെല്ലേഴ്സിനാണ് കൊടുക്കുന്നത്. ഇപ്പം സെല്ലേഴ്സാണ് നിങ്ങൾക്ക് വീട്ടിൽ സാധനം കൊണ്ടുവരുന്നത്, ഡെലിവറി കൊണ്ടുവരുന്നത്. അവിടെ എത്തുമ്പോൾ കസ്റ്റമർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം ഈ സെല്ലേഴ്സ് കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. ഇപ്പം ടൈമിന് ഡെലിവറി ആവാറില്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഡാമേജ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. ഇവിടെ വരുന്ന പ്രശ്നങ്ങൾ ഇതിനെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ സപ്പോർട്ടിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതിനാണ് കസ്റ്റമർ സപ്പോർട്ടീവ് എന്ന പ്രൊഫൈലിനെ വെച്ചിട്ടുള്ളത്, ആമസോണിൻ്റെ കീഴിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്രൊഫൈലിലെത്തിക്കാണ് ഇപ്പോൾ ആളെ എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ കസ്റ്റമറിൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ കേൾക്കണം. അവർ ഇൻഫോം ചെയ്യും. അതിന് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അവരുടെ എന്താണ് ആവശ്യം, ഇത് നിങ്ങൾ സോൾവ് ചെയ്യണം. റീസോൾവ് നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിവിടെ സാലറി പാക്കേജ് വരുന്നത് 25,000 to 27,000 വരെ മന്ത്ലിയാണ് നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നത്. കൂടാതെ 5 ഡേയ്സ് വർക്കിംഗ് ഡേ ചെയ്താൽ 2 ഡേ ലീവാണ്. ഓക്കെ, നിങ്ങൾക്ക് വൈഫൈയും ലഭിക്കും. വൈഫൈയുടെ ഒരു 1,500 എക്സ്ട്രാ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഇവിടെ ആമസോൺ എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഇതുകൂടാതെ 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസും കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്കതിൽ നോക്കാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആമസോൺ ജോബ് പോർട്ടലിൻ്റെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്നൊരു വെബ്സൈറ്റിലോട്ട് നിങ്ങൾ വരും. അതിൽ നിങ്ങൾ ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ആ ജോബിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ ജോബിൻ്റെ എങ്ങനെയാണ് നമ്മൾ കസ്റ്റമർ സപ്പോർട്ട് ചെയ്യേണ്ടതും കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് രാത്രിയാണ് നിങ്ങൾ കസ്റ്റമറിൻ്റെ പ്രശ്നം പരിഹരിക്കാനാണ് സംഭവം നിങ്ങളുടെ ജോലി വരുന്നത്. നിങ്ങൾ രാത്രി ഷിഫ്റ്റാണ് നിങ്ങൾ എടുക്കുന്നത്. ഷിഫ്റ്റിൻ്റെ സമയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 AM, PM, 11 PM, 1 AM. നിങ്ങൾ രാത്രി ഷിഫ്റ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനുള്ള ട്രെയിനിങ് ആമസോണിൻ്റെ ഭാഗത്തുനിന്ന് തരുന്നതാണ്. പിന്നെ ലാപ്ടോപ്പ്, മൈക്രോഫോൺ ആൻഡ് ഹെഡ്സെറ്റ് പ്രൊവൈഡ്. യു വിൽ നീഡ് എ ഡെഡിക്കേറ്റഡ് ഓഫീസ് സ്പേസ് ആൻഡ് ഡെസ്ക് ആൻഡ് ചെയർ പ്ലസ് റിലയബിൾ ബ്രോഡ്ബാൻഡ് കണക്ഷൻ. നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പും മൈക്രോഫോണും ഹെഡ്സെറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങളെ കയ്യിലൊരു ഓഫീസ് സ്പേസ് പോലത്തെ ഒരു ഡെസ്കും ഒരു ഫ്രീ സ്പേസും പിന്നെ ഒരു നോയ്സൊന്നും കേൾക്കാത്തൊരു ഫ്രീ സ്പേസും ഒരു നല്ലൊരു ടേബിളും ചെയറും വേണ്ടതാണ്. പിന്നെ നിങ്ങൾ സ്ക്രിപ്റ്റായിട്ടുള്ള ഒരു ഡയലോഗല്ല, ഒരു സാധാരണ ഒരു നിങ്ങൾക്ക് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതിനകത്ത് രീതിയിലാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. പിന്നെ അങ്ങനെ അതുവഴി നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. റെഡി ടു ഫൈൻഡ് കസ്റ്റമർ കോഡ്. അതായത് ഇതിൻ്റെ കൂടെ ബെനിഫിറ്റ്സ് എന്താണ് നോക്കാം. ബെനിഫിറ്റ്സിലോട്ട് വരുമ്പോൾ കമ്പനി ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി. ഇതെങ്ങനെയാണ് കമ്പനീൻ്റെ വർക്കിംഗ് അവേഴ്സ്, ഷെഡ്യൂൾ എങ്ങനെയാണ്. കൂടാതെ കമ്പനിയിൽ നിന്ന് ബെനിഫിറ്റ്സ്, ഹെൽത്ത് ബെനിഫിറ്റ് 5 ലക്ഷം രൂപ വരെ ബെനിഫിറ്റ്. പിന്നെ മീൽ കാർഡ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതാണ്. 1250 ഇൻ്റർനെറ്റ് അലവൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ. പിന്നെ നൈറ്റ് ഷിഫ്റ്റിന് പെർ ഡേ 180 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ. ബാക്കി ഇതുപോലെ നിങ്ങളിത് നോക്കിയിരുന്നാൽ മതി, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. റെഡി ടു അപ്ലൈ ഫൈൻഡ് ജോബ്. നിങ്ങളുടെ ഏതാണ് ലൊക്കേഷൻ വരുന്നത് ആ ലൊക്കേഷൻ നോക്കിയിട്ട് അതിൽ അപ്ലൈ ചെയ്താൽ മതി. ഇത് ബാക്കി എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് താഴോട്ടും കാര്യങ്ങളും ജോബ് ഡിസ്ക്രിപ്ഷനും എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാര്യങ്ങൾ, എത്ര വയസ്സ് തൊട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടേത്, സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, അത് എല്ലാ കാര്യത്തിനും വേണമല്ലോ. ഇപ്പോൾ ഏകദേശം എല്ലാ ജോലിക്കും സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ വേണം. പിന്നെ ജോബ് ആപ്ലിക്കേഷൻ, വർക്ക് അസസ്മെൻറ്റ്, ഓൺലൈൻ പ്രീ ഹിയർ ഓറിയൻറ്റേഷൻ, യുവർ ഫസ്റ്റ് ഡേ. ഇപ്പോൾ ആമസോണിൽ എങ്ങനെയാണ് ജോലി അപ്ലൈ ചെയ്യേണ്ടത്, വർക്ക് ഫ്രം ഹോം ജോലി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി രേഖപ്പെടുത്താവുന്നതാണ്. ഇനിയും വർക്ക് ഫ്രം ഹോം ജോലി ഇഷ്ടം പോലെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് ഈ ചാനൽ വഴി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അറിയാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ജോലിയോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്.